സോ ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. പുതിയൊരു സീരീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഹാർട്ട് കണ്ടാൽ മനസ്സിലാവും, ഹാർഡ് കോറാണ്. എന്താവെന്ന് പറഞ്ഞുകൂടാ, നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ മരം തന്നെ വെട്ടാം. എന്തായാലും കുറച്ചധികം നാൾ തന്നെ ജീവിച്ച് പോകണമെന്നുണ്ട്. ജീവിച്ച് പോയാൽ മതിയായിരുന്നു. പിന്നെന്തുട്ടാ, പനിയായിരുന്നു. അതാ കുറച്ചാൾ വീഡിയോ ഇടാൻ. ഒരു മരേ ഉള്ളൂ, ചെറി. നമുക്ക് അങ്ങോട്ട് പിന്നെ പോകാം. ഇവിടെ വലിയ റിവ്യൂണ്ട്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് തന്നെ സെറ്റ് ആവാം. ഇപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, സ്പോണിൻ്റെ അടുത്ത് തന്നെ ബേസ് സെറ്റാക്കാം. വില്ലേജ് പിന്നെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാമല്ലോ. എത്ര കളഞ്ഞ ഇവിടെ ആവശ്യത്തിന് കോളും ഉണ്ട്. ഒരു അയം കിട്ടിയിരുന്നെങ്കിൽ, അല്ല ആദ്യം തന്നെ ടൂൾസൊക്കെ ആക്കട്ടെ. ഒരു ക്രാഫ്റ്റിംഗ് ടൂൾ മതി. 1 2 സ്റ്റോണിൻ്റെ ഇതിലേക്ക് നമുക്ക് മാറാം. സ്റ്റോണിൻ്റെ അല്ല, വുഡൻ്റെ പിക്കാക്കാം നമുക്ക്. വാ, എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട്? ഞാൻ ഒരു ഷെയ്ഡറും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു, സംഭവം വർക്കാവുന്നില്ല. ഞാൻ വേറെ ഏതെങ്കിലും ഇട്ട് നോക്കാം. ഞാൻ റെക്കോർഡ് ചെയ്തതിന് ശേഷമാണ് നോക്കുന്നത്. ഇതേ കണ്ട നമുക്ക് അങ്ങനെ മൈൻഡ് ചെയ്യാൻ തുടങ്ങാം. ഇത്രയും മതി തൽക്കാലത്തേക്ക്. നമുക്ക് പോയിട്ട് നോക്കണ്ട, ഷീപ്പിനൊക്കെ തല്ലിക്കല്ല, ഇല്ലെങ്കിൽ നൈറ്റിൽ മക്കാച്ചികൾ വന്ന് പിടിക്കും. ഓക്കെ, വട്ടം മാറിപ്പോയതാണ്. സോഡ് നോക്കിയാൽ കിട്ടില്ല. തല്ലുന്ന എങ്ങനെയാണോ? വൺ ഹിറ്റ്. നമുക്ക് കുറച്ച് സാപ്ലിങ് വേണം. സാപ്ലിങ് കൊള്ളാം. ഓഹോയ് ചെറി. നമുക്ക് അതങ്ങോട്ട് പോവാം. പിന്നെ ഇപ്പം നമ്മുടെ പരിപാടി അയണാണ്. ഞാൻ പോയിട്ട് തിന്നാൻ എന്തെങ്കിലും ആക്കട്ടെ. ഇല്ല, പട്ടിണി അടന്ന് ചാവേണ്ടി വരും ഞാൻ. ഇങ്ങനെ നോക്കി ഓടണ്ട, ചിലപ്പോൾ പണി കിട്ടും. അപ്പം ഞാൻ വേണ്ട ടൂൾസും ഇതൊക്കെയാണ് ക്രാഫ്റ്റ് ചെയ്യട്ടെ. വേറെ അങ്ങനെ അതെ, സ്റ്റോണിലേക്ക് മാറിയിട്ടുണ്ട്. ഒരു ബെഡും ആക്കിയിട്ടുണ്ട്. ആക്സ് അങ്ങനെ കൊള്ളാം. നമുക്ക് കുറച്ച് കോള് മൈൻഡ് ചെയ്തിട്ട് വരാം. ഇവിടെ തന്നെ ഉണ്ട് ഇഷ്ടംപോലെ കോള്. അങ്ങനെ ഇതും കൂടെ കഴിഞ്ഞില്ലേ? മാച്ച് കഴിഞ്ഞു വന്നു. ഫസ്റ്റ് നൈറ്റ് നമ്മൾ ഫസ്റ്റ് ഡേ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് കിടക്കാം. ഗൈസ്, അങ്ങനെ സക്സസ്ഫുള്ളി ഫസ്റ്റ് ഡേ ഇങ്ങനെ തട്ടലും മുട്ടലും ഇല്ലാണ്ട് പോയിട്ടുണ്ട്. ഇനി ആരെങ്കിലും വരുന്നുണ്ടോ ചുറ്റിന്? ഇല്ല. ഇപ്പം തന്നെ ഒരു 37 കോള് കിട്ടിയിട്ടുണ്ട്. ഇത് ഇവിടെ തന്നെ ആയതുകൊണ്ട് നമുക്ക് വേണേൽ പിന്നെ വന്ന് മൈൻഡ് ചെയ്യാം. ഇപ്പം ഇത്രയും മതി, അധികം വേണ്ട നമുക്ക് ഇപ്പോൾ തന്നെ. ഇപ്പോൾ ഇത്ര ആയിട്ടുണ്ട്, 39 തന്നെ. നമുക്കിനി ഇതും കൊണ്ട് ഒരു ഫർണസ് ആക്കിയിട്ട് നമുക്ക് കിട്ടിയ എനിക്ക് മരമില്ല. എൻ്റെ കയ്യിൽ സാപ്ലിംഗ് ഉണ്ട്, അതൊന്ന് നട്ടു വെക്കട്ടെ. ഓർമ്മയുണ്ട്. ഫർണസ് ഒക്കെ നമുക്ക് മറ്റേ ഇതാക്കിക്കൂടെ? ക്യാൻ ഫയർ ആക്കി വെക്കുന്നില്ലേ കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ പിന്നെ ഞാനിവിടെ അപ്പോഴത്തേക്കിനും കുറച്ച് ഫുഡ് ഒപ്പിക്കാം. എനിക്ക് റിവ്യൂവിനകത്ത് ഇറങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിനകത്ത് സ്കൾട്ടൻ എങ്ങാനും ഉണ്ടെങ്കിൽ ഹാർഡ് കോർ ആയതുകൊണ്ട് തന്നെ ഫുള്ള് ആർമറിലൊക്കെ അവൻ കയറി വരും, എൻചാൻറ്റഡ് ബോയൊക്കെ ആയിട്ട്. സോംബി അങ്ങനെ തന്നെ, അതുകൊണ്ട് റിസ്കിന് ഞാനില്ല. നമുക്ക് കുറച്ച് കിറ്റായിട്ട് അതിനകത്തേക്ക് ഇറങ്ങാം. ഞാൻ വുഡ് കളക്ട് ചെയ്ത് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പം വില്ലേജ് പോയാൽ വേണ്ട. കുറച്ച് വുഡ് കിട്ടിയിട്ടുണ്ട്, നമുക്കൊരു ചെസ്റ്റ് കാര്യങ്ങളൊക്കെ ആക്കാം. എന്തായാലും ഇപ്പോൾ ഫർണസ് തന്നെ ആക്കാം നമുക്ക്, കാരണം ക്യാൻഫയർ ആക്കാനുള്ള വുഡ് കയ്യിലില്ല. ദരിദ്രാവസ്ഥയിലാണ്. ഇപ്പോൾ ഇത് സെൻറ്റർ, നമ്മുടെ ബെഡ് വേണം ഇവിടെ വെക്കാം. ശരി,
ഷെറ്റി 10 മട്ടൻ കിട്ടിയിട്ടുണ്ട്. നമുക്കത് കരിയട്ടെ ഇങ്ങനെ കരിയട്ടെ. എന്താ ഗൈസ്, അങ്ങനെ ചെറിയ ചെറിയ പ്രോഗ്രസ്സുമായിട്ട് ഞാനിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. കൊള്ള എന്നോട് കളിക്കാൻ വരരുത്. ഇവിടെ നിന്ന് അങ്ങ് തുടങ്ങാം. അതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല. ഈ 68 ഇനി 15 പോകണം. സാധാരണ തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ മൈൻഡ് ചെയ്യാം. പിന്നെയാണ് ഗെയിമിനകത്തേക്ക് ഇറങ്ങിപ്പോവുക. മറ്റേ സാധാരണ സർവൈവൽ ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് അങ്ങ് ഇറങ്ങിപ്പോവുക. ചത്താൽ റീസ്പോണ്. ഇതങ്ങനെയല്ലല്ലോ, ചത്തില്ലേ. അതുകൊണ്ട് ചെറിയൊരു ഭയം ഇർക്ക്. ഒരു കാര്യം ചെയ്യാം ഗൈസ്, ഞാൻ ഒന്നെങ്കിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കാണിക്കാം. അല്ലെങ്കിൽ ഞാൻ വൈ ലെവൽ 15 എത്തിയിട്ട് നിങ്ങളെ കാണിക്കാം. വെറുതെ മൈൻഡ് ചെയ്യുന്ന കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഞാനിങ്ങനെ കുഴിച്ചുകൊണ്ട് താഴോട്ട് പോയപ്പോൾ തന്നെ ഇപ്പം തന്നെ അയം കിട്ടി. ഷീൽഡ് ആക്കാനുള്ളതായി. ഇവിടെ 2 എണ്ണം കാണാം. അതിൽ ഉണ്ട് ഗൈസ്, ഉണ്ട് കുറച്ചുണ്ട്. ഞാൻ വിചാരിച്ചില്ല എത്ര പെട്ടെന്ന് കിട്ടുമെന്ന്. കൊള്ളാം, സംഭവം കൊള്ളാം. 15 എത്തിയില്ല, 48 എത്തിയുള്ളപ്പോഴത്തേക്ക് അയം കിട്ടി തുടങ്ങി. നല്ലൊരു തുടക്കം. തിന്നിയുണ്ട് ഇവിടെ. കൊള്ളാം. ഞാൻ എന്തായാലും ഇപ്പോഴേ മണ്ടയ്ക്കോട്ട് കയറുന്നില്ല. കുറച്ച് അയണായിട്ട് മാത്രമേ കയറുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ 16 ഒരു ബ്ലോക്കും കൂടെ താഴോട്ട് പോയാൽ മതിയായിരുന്നു. ഇപ്പം അതേ ഒരു കേവ് കാണുന്നു. നമുക്ക് താഴോട്ട് കുഴിച്ച് നോക്കാം. നമ്മളിങ്ങനെ നല്ല താഴോട്ട് ഇങ്ങനെ കുഴിച്ച് നോക്കാം. ഓക്കെ, സേഫ് ആണോ അല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. വലിയ കേവാണോ അതോ ചെറിയ കേവാണോ എന്നൊരു നിശ്ചയമില്ല. ഞാൻ എന്തായാലും ഇറങ്ങുന്നില്ല. വലിയ കേവാ. ഇപ്പം എന്തായാലും ഇറങ്ങുന്നില്ല. നമുക്ക് പോയിട്ട് മുകളിലോട്ട് പോയിട്ട് ഒരു ഷീൽഡും ഒരു അയൺ പിക്കും കാര്യങ്ങളൊക്കെ ആക്കി, അയൺ സോഡോ പിക്കോ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് ഇങ്ങോട്ട് വരുന്നതായിരിക്കും നല്ലത്. നോക്കട്ടെ. അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഗെയിമാണ്. ഒരു കാര്യം ചെയ്യാം, തിരിച്ചു പോയിട്ട് ഞാൻ പറഞ്ഞ അതെ എന്തായാലും തുടക്കം തന്നെ. എനിക്കത് കഴിഞ്ഞിട്ട് അയൺ കിട്ടിയൊരു 7 അയണും കൂടെ കിട്ടിയായിരുന്നു. നൈറ്റ് ആണോ മുകളിൽ അറിയില്ലല്ലോ. ശുഭം, ഞാൻ പെട്ടെടുത്തിട്ടില്ല. നൈറ്റ് ആണോ അല്ലയോ എന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. നൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഞാൻ ആ ബെഡ് അവിടെ വെച്ചിട്ട് തന്നു. ഇവിടെ നിന്ന് സ്ലീപ്പ് ചെയ്തിട്ട് അങ്ങ് പോയാൽ മതിയായിരുന്നു. ഉറക്കെടുക്കി നമ്മുടെ ആദ്യത്തെ അയം കിട്ടിയ സ്ഥലം. അതെ, നൈറ്റ് ആണ്. അയ്യോ, നിറച്ചും മോബാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ബെഡും പൊട്ടിച്ചിട്ട്. ഇവിടെ ബെഡ് പൊട്ടിക്കാൻ പറ്റുന്നില്ല. ക്രീപ്പർ കിട്ടി. അയ്യോ, സാരമില്ല. സാരമില്ല, നമുക്ക് ഇവിടെ കിടന്ന് ഉറങ്ങാന്ന്. ഇങ്ങോട്ടെന്തായാലും ഒരുത്തനും വരൂല. പേടിച്ചു പോയി. ആ ബെഡ് ആദ്യമേ പൊട്ടി കൈ കിട്ടിയിരുന്നെങ്കിൽ സീനില്ലായിരുന്നു. എന്താ, ഈ ബെഡ് എപ്പോഴും കൈ തന്നെ കിടക്കട്ടെ. നൈറ്റായ അപ്പം വീണ് കിടന്ന് ഉറങ്ങാമല്ലോ. അങ്ങനെ നമ്മൾ 2ാമത്തെ ദിവസം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് സക്സസ്ഫുള്ളി. ഓക്കെ, നമ്മുടെ വാള് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ലാഗും കിട്ടിയിട്ടുണ്ട്. ഇങ്ങോട്ടാണോ? തൽക്കാലം നമുക്ക് ഇത് വെക്കാം. ക്ലോക്കിൻ്റെ ഏതാണ് അവിടെ എന്നെ തീർക്കണ്ടാവാ. ആരും വരരുത്. ആരുമില്ല. നൈസ്. ഇനി നമ്മുടെ ലാഗ് അയണെല്ലാം എടുത്ത് നമുക്ക് ഇതിനകത്തേക്ക് കരിക്കാൻ വെക്കാം. എന്നത്
അതാണോ ഷീൽഡ്? അതിന്റെ ടെക്സ്ചർ തന്നെ എങ്ങനെ നടക്കുന്നത്? എനിക്ക് കണ്ടുകൂടാ. ഷീൽഡ് കയ്യിലുണ്ടോ? ഓ ഉണ്ടല്ലേ. ഇത് വല്ലാത്തൊരു ഇതായി. കയ്യില് ഷീൽഡ് ഉണ്ട്. അത് ഒരു കണക്കിന് നോക്കിയാൽ നല്ലതാണ്. കാരണം ബിൽഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ സ്നീക്ക് ചെയ്തിരിക്കുമ്പോൾ കിട്ടുക. ഒരു പിക്കാസും കൂടെ ആക്കിയേക്കാം. എന്റെ മരമെല്ലാം തീർന്നോ? ഏയ് ഗൺ പൗഡർ കേട്ടോ. നമുക്ക് ചെറിയ മരം വെട്ടിയിട്ട് വരാം. ഇവിടെ വേറെ ചെറിയ മരമൊന്നും കാണുന്നില്ല. ഹോയ് ഹോയ്. ചെറിയ എത്ര അടുത്ത് വില്ലേജ് ഉണ്ടായിരുന്നു ഞാൻ കണ്ടില്ല. ഞാൻ എന്തേ ഇത് വെട്ടാൻ വന്നത്? അതോ ഇതല്ല ഒറ്റ മരം ഉള്ള ഒറ്റ മരേ ഉള്ളൂ. ഓ അയ്യോ, ഇത് മൊത്തം കേവിന്റെ കളിയാണ്. കുറച്ച് മരം 2 മതി. ഞാൻ പിന്നെ ഒന്ന് വെട്ടിക്കോളാം, ആയിരിക്കും നല്ലത്. ഓടെ തന്നെ വിട്ട് പാടാറ്. അപ്പൊ ഈ അയണിന്റെ ഇതൊക്കെ ഇങ്ങനെ തിളങ്ങുമായിരിക്കും അല്ലേ? അയ്യോ. ഫസ്റ്റ് ഹെൽത്ത് ആണേ പോയത്. നമുക്ക് കുറച്ച് ആടിനത്തല്ല ആടെ ഇതന്നെ. ഇത് തല്ലുന്നുണ്ട്, കൊള്ളുന്നില്ല. ഭാഗ്യം ചത്തല്ല. ഓ തിളങ്ങുന്നില്ല. എന്തെങ്കിലും ഒരു 13 കൊണ്ട് ഉണ്ടാക്കി വെക്കാം. അങ്ങനല്ല, ഇങ്ങനെയോ? ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കാം അല്ലേ? ചെസ്റ്റ് പ്ലേറ്റ് വേറെ എന്തെങ്കിലും നമുക്കൊരു സോഡ് ആക്കിയേക്കാം. 2 സോഡ്. ഒരു ഹെൽമെറ്റ് ഒരു ബൂട്ടോ ഉണ്ടാക്കാം. ഹെൽമെറ്റ് ഉണ്ടാക്കിയേക്കാം. പിന്നെ നമ്മളിപ്പോൾ തന്നെ ആയി വരുന്നു. ആർമറിൽ മാറ്റൂല, ടൂളിലേ ഉള്ളൂ. അയ്യേ, ടൂൾസിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നുവെച്ചാൽ ആർമറിലും ഉണ്ടാവും. എന്തായാലും നമുക്കിപ്പോൾ നേരെ കുഴിക്കകത്തോട്ട് ഇറങ്ങാൻ പോവാം. കുറച്ചും കൂടെ ടോർച്ച് ആക്കിയാലോ നമുക്കിത് ഗോൾഡോ എങ്ങാനും ഡയമണ്ടോ കിട്ടിയാൽ നമുക്കിതും കൊണ്ട് മൈൻ ചെയ്യാം. അല്ലാണ്ട് നമുക്ക് ഇതും തന്നെ അയണും കോളും ഒക്കെ ഇതും കൊണ്ട് തന്നെ മൈൻ ചെയ്യാം. ആരും ഉണ്ടാകരുത്. എനിക്ക് അലർജിയാണ് നിങ്ങളെ, അതുകൊണ്ട് ആരും വരാൻ പാടില്ല. എടാ അയണില്ലേ? ചെറിയൊരു ഭയമുണ്ടേ. കൊള്ളാലോ. ഇത്രേ ഉള്ളൂ. ഒരു സൈഡിൽ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം, അവിടെ എന്തെങ്കിലും ഉണ്ടോന്ന്. എൻ്റെ കാര്യത്തിന് ഞാൻ വന്ന വഴി മറന്നു. ഈ ലാപ്പീസ് ഉള്ളിടത്താണ് നമ്മുടെ വഴി. അങ്ങനെ ഓർത്ത് വെക്കാം. ഇതും തീർന്നു? ഇല്ല. തീർന്നു. ഇത് തീർന്നിട്ടുണ്ട് ഫൈനലി. ഞാൻ 2 അയണുണ്ട്. എനിക്ക് കിട്ടിയതാകപ്പാടെ അത്രേ ഉള്ളൂ ഈ കേവിനകത്തുനിന്ന്. ഞാൻ ഡയമണ്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞ് വലിയ ഇത് കളിച്ച്. സൈഡിലോട്ടും കൂടെ ഉണ്ട്, നമുക്ക് അങ്ങോട്ടും കൂടെ ഒന്ന് പോയി നോക്കാം. അതെ, അവിടെ ഇനി അയൺ കാണാം. തൽക്കാലം അതെ, അയൺ ഇവിടെ ഇരിക്കുന്നു. പേടിച്ചു വരണോടാ. അയ്യോ, 2 എണ്ണം ഉണ്ട്. സെറ്റ്. ഫുഡ് ഷീൽഡ് ഉണ്ടായിരുന്നോണ്ട് ജീവിച്ചു. ഇതും തീർന്നിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട അയണൊക്കെ നമുക്ക് മാന്താം. എൻ്റെ ഉള്ളൊന്ന് കിടുങ്ങിട്ടോ, ഞാൻ ചോദിച്ചു ചത്തുന്ന്. ചത്തില്ല എന്തായാലും. സ്കാരറ്റ്
ഓയ് അണ്ണേ, എന്തുണ്ട് വിശേഷം? തല്ലു കൊള്ളടാ. ആ ഗൈസ്, നമുക്ക് ഗോൾഡ് കിട്ടിയിട്ടുണ്ട്. ഗോൾഡ് നമുക്ക് മൈൻ ചെയ്തേക്കാം. ഗൈസ്, കുട്ടിശോമ്പിയുടെ സൗണ്ട്, എനിക്ക് അവനെ പേടിയാണ്. ആരുടെ ആരുമില്ലല്ലേ? അപ്പം നമുക്ക് ഈ കോളങ്ങ് എടുത്ത് അയൺ ഉരുക്കാൻ വെക്കാം. അയണുണ്ട്, ഗോൾഡും ഉണ്ട്. ഗോൾഡ് ഇപ്പം വേണ്ട. അപ്പം ഇതൊക്കെ ഒന്ന് കത്തിത്തീർത്തേ. പറഞ്ഞ പോലെ വില്ലേജ് ഉണ്ട്. വില്ലേജ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ എക്സ്പ്ലോർ ചെയ്യാം. കൂട്ടത്തിൽ നമുക്കൊരു ബേസും സെറ്റാക്കാം. ഓൾറെഡി കുറേ ആയിട്ടുണ്ട് ഞാൻ. റേസ് അങ്ങനെ ഫുള്ള് അയൺ ആർമറും ടൂളിലോട്ട് മാറിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചല്ല ഫസ്റ്റ് എപ്പിസോഡിൽ നിന്ന് ഇത് നടക്കുമെന്ന്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ.